ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രോക്കലി സാലഡാണ്. അതിന് വേണ്ടി ഒരു സാലഡ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് കോൺഫ്ലവർ ഇടണം. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ സോയാ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിൻ്റെ അകത്ത് 1 സ്പൂണ് ചില്ലി സോസും കൂടി ആഡ് ചെയ്യാം. ബിസ്ലറി ഉണ്ടാക്കാനാണ്. നമുക്ക് ഒരു 2 സ്പൂണ് വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. മതിയാവും. ഇത് നമുക്ക് ശരിയാക്കാം. എല്ലാം കൂടെ നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്കൊരു ഇഞ്ചക്ഷൻ ചാലുവാക്കി നമുക്കൊരു പാൻ വെക്കാം. നമുക്ക് ഇഞ്ചക്ഷൻ ചാലുവാക്കാം. നമുക്ക് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം ഉള്ളി ഇടാം. ഉള്ളി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നമുക്ക് ഉള്ളിക്കകത്തൊരു ശകലം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതിനെ വഴറ്റാം. ഉള്ളി ഒന്ന് വഴണ്ട് തുടങ്ങി നമുക്കതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചി എണ്ണത്തിലോട്ട് ഇടാം. ഒരു 7 കഷ്ണം വെളുത്തുള്ളിയാണ്. അത് നമുക്ക് അതിൻ്റെ അകത്തോട്ടിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് 3 മുളകാണ്. ഇതിനെ നമുക്ക് അതിനകത്ത് ചേർക്കാം. നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റാം. നമ്മൾ ഇഞ്ചക്ഷനാകുമ്പോൾ അതൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പ്രധാന ഐറ്റം ബ്രോക്കലി നമുക്ക് ഇട്ട് കൊടുക്കാം. ബ്രോക്കലി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബ്രോക്കലി നന്നായി ഇളക്കി ഒരുമാതിരി വഴണ്ട് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. അത് 2 മിനിറ്റിന് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അടപ്പ് വെച്ച് നമുക്ക് അടച്ച് വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്ന് ഇതിനെ ഒന്ന് അടിയിലത്തെ മുകളിലാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒരുപോലത്തെ വെന്ത് കിട്ടും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ 2 മിനിറ്റായി നമ്മൾ ഇതിനെ ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലതായി. ഇപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച സെലറി നമുക്ക് ഇതിനകത്ത് ചേർത്ത് ഒരു കോട്ടിങ്ങായിട്ട് ഇതിന് നമുക്ക് ഇത് അടിയിൽ ചുറ്റിയിട്ട് നമുക്കൊന്ന് നല്ലതായിട്ട് ഇളക്കിയിട്ട് ഒരു കോട്ടിങ്ങായിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്യണം. നമ്മളിനി നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം.
നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നമുക്ക് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശകലം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി. നമുക്ക് ഇഞ്ചക്ഷൻ ബന്ധാക്കാം. നമ്മുടെ സേവിങ് നമുക്ക് കുറച്ച് മല്ലിയിലയൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇതുണ്ടെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ബ്രോക്കലി സാലഡ് റെഡിയായി. വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും.